നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹമോചനങ്ങളുടെ എണ്ണം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കേരളത്തിലെ കുടുംബ കോടതികളിൽ വരുന്ന ഡിവോഴ്സ് കേസുകളുടെ എണ്ണം 46 ആണ്. 2016 19,233 ഡിവോഴ്സ് കേസുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2022 എത്തിയപ്പോൾ അത് 26,976 കേസുകളായി കൂടി. അതായത് 7 വർഷത്തിൽ 40% വർധനവ്. വിവാഹമോചനം എന്നത് ഒരു മോശം സംഗതിയൊന്നുമല്ല. ഒരു വിവാഹ ബന്ധത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒത്തൊരുമയോടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് എന്നത് ഒരു അനുഗ്രഹമാണ്. കൂടി വരുന്ന ഡിവോഴ്സുകൾ ഒരു രീതിയിൽ നോക്കിയാൽ സമൂഹം മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിന്റെ ഇൻഡിക്കേറ്റർ കൂടിയാണ്. കാരണം ആരെയും പേടിക്കാതെ, ചുറ്റിലുമുള്ള സമൂഹം എന്ത് കരുതുമെന്ന് വകവെക്കാതെ, പേടിയില്ലാതെ ഇഷ്ടത്തിനനുസരിച്ച് ഫെയിലായ ഒരു മാരേജിൽ നിന്ന് വേർപിരിയാൻ കഴിയുന്നത് നല്ല കാര്യമല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പാട്രിയാർക്കൽ സമൂഹത്തിലെ സ്ത്രീകളുടെ കാര്യത്തിൽ പല കേസുകളിലും പുരുഷന്മാർക്കും അതൊരു അനുഗ്രഹമാണ്. എന്നാലും എന്തുകൊണ്ടാണ് ഡിവോഴ്സ് കേസുകൾ കൂടുന്നത്? എന്തായിരിക്കും അതിന്റെ കാരണം? ഡിവോഴ്സ് കേസുകൾ കൂടുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയുമ്പോഴും ആരും ഡിവോഴ്സ് ആകാൻ വേണ്ടിയല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. നാട്ടുകാരെ മൊത്തം വിളിച്ച് ഫ്രീ ആയി ഫുഡും കൊടുത്ത് അതിന് കുറ്റവും കേട്ട് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് അതങ്ങനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയല്ലല്ലോ. ഹസ്ബൻഡിന്റെ ആൽക്കഹോൾ പ്രശ്നം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നം, എക്സ്ട്രാ മെറൈറ്റൽ റിലേഷൻഷിപ്പ്, ഗാർഹിക പീഡനങ്ങൾ, കുട്ടികൾ ഉണ്ടാകാത്തത്, ലൈംഗിക ബന്ധത്തിലെ പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, വിദ്യാഭ്യാസ യോഗ്യതയിലെ വ്യത്യാസം. അറേഞ്ച് മാരേജിന്റെ കേസിൽ കുറച്ചു കഴിയുമ്പോൾ രണ്ടുപേരും കമ്പാറ്റബിൾ അല്ല എന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഡിവോഴ്സ് കേസുകളുടെ എണ്ണം കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഫോമർ പ്രൊഫസർ ആയിരുന്ന ഡോക്ടർ ഇരുദയരാജന്റെ ഡിവോഴ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു. അതിങ്ങനെയാണ്: പകുതിയോളം വിവാഹമോചനങ്ങൾ നടക്കുന്നത് ഹസ്ബൻഡും വൈഫും കാരണമല്ല, മറിച്ച് അവരുടെ പേരൻസ് കാരണമാണ്. രണ്ട് സൈഡിലെയും രക്ഷിതാക്കളാണ് ആ വിള്ളൽ സൃഷ്ടിക്കുന്നത്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് റിപ്പോർട്ട് ചെയ്ത പേപ്പർ അദ്ദേഹത്തെ ഇൻകറക്റ്റ് ആയി കോട്ട് ചെയ്തതാണോ എന്നറിയില്ല. പക്ഷെ നാട്ടിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലും ഫ്രണ്ട്സിന്റെ ഇടയിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങളിൽ പലതും, അതായത് ഗാർഹിക പീഡനങ്ങൾ, കുട്ടികൾ ഉണ്ടാകാത്തത്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, വിദ്യാഭ്യാസ യോഗ്യതയിലെ വ്യത്യാസം, ഇതൊക്കെ പല കേസുകളിലും ഉടലെടുക്കുന്നതും സീവിയർ ആകുന്നതും രക്ഷിതാക്കൾ ഇടപെട്ട് വഷളാക്കുമ്പോഴാണ്. ഉദാഹരണത്തിന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെ എടുക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കൂടുതൽ അറേഞ്ച്ഡ് മാരേജസ് ആയതുകൊണ്ട് പൂർണ്ണമായും പരസ്പരം മനസ്സിലാക്കിയല്ല കപ്പിൾസ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായും പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുക, തുടക്കത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുക, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇനിയിപ്പോ ലവ് മാരേജ് ആണെങ്കിൽ പോലും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് റിലേഷൻഷിപ്പ് സ്റ്റേജിലെ അതേ ഡൈനാമിക്സ് ആയിരിക്കില്ല കല്യാണം കഴിഞ്ഞ് ഒന്നിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്ത് ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ. അപ്പൊ ഈ വ്യത്യാസങ്ങൾ, ഡിസഗ്രിമെന്റ്സ്, ഇതൊക്കെ മനസ്സിലാക്കി തുടക്കത്തിലെ കുറച്ച് ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ കഴിഞ്ഞ് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി സന്തോഷമായി മുന്നോട്ട് പോകുന്നത് വലിയൊരു ചലഞ്ചാണ്. എന്നാൽ രണ്ടുപേർക്കും മറ്റ് സീരിയസ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാരേജ് പൊതുവെ സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഹസ്ബൻഡിനും വൈഫിനും അതിനുള്ള ഒരു സാവകാശം പോലും കിട്ടാറില്ല. എന്തിന്, ചില കേസുകളിൽ കല്യാണം തീരുമാനിക്കുമ്പോൾ മുതൽ തന്നെ രണ്ട് വീട്ടുകാരും സൈലന്റായി അടികൂടാൻ തുടങ്ങും. അവന്റെ അമ്മ എന്നോട് ചിരിച്ചില്ല, അവളുടെ അച്ഛന് അഹങ്കാരം കൂടുതലാണ്, അങ്ങനെ തുടങ്ങി മക്കളുടെ കല്യാണത്തിന് ശേഷം വൈവാഹിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ട് ആകെ മൊത്തം കുളമാക്കി തരും. പൊതുവെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി ജീവിക്കുകയാണല്ലോ ചെയ്യുക. അപ്പൊ കല്യാണത്തിന് ശേഷം ഇൻലോസിനൊപ്പം ജീവിക്കുന്നത് കൊണ്ട് അവർ കയറി അങ്ങനെ ഇടപെടുന്നതിനെ ഇഗ്നോർ ചെയ്ത് ഒഴിവാക്കാനും പറ്റില്ല. തീർച്ചയായും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളായിരിക്കും. മിക്ക കേസുകളിലും ആ പ്രശ്നം കൂടുതലും സൃഷ്ടിക്കുന്നതും മറ്റൊരു സ്ത്രീയായ ഹസ്ബൻഡിന്റെ അമ്മ, സഹോദരികളൊക്കെ ആയിരിക്കും. എന്നാൽ അവിടെ പുരുഷൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെയും നമ്മൾ കുറച്ചു കാണരുത്. കല്യാണം കഴിഞ്ഞ് വൈഫിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്താൽ അതുവരെ സ്നേഹിച്ച കുടുംബം പെട്ടെന്ന് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് നേരിടേണ്ടി വരുന്നത് ഇമോഷണലി അത്ര ഈസി ആയ ഒരു കാര്യമല്ല. മുൻപുള്ള ജനറേഷനിൽ കല്യാണം കഴിച്ചു വരുന്ന സ്ത്രീകൾ ഹസ്ബൻഡിന്റെ വീട്ടുകാർ മോശമായി പെരുമാറിയാലും എല്ലാം സഹിച്ച് കഷ്ടപ്പെട്ട് നല്ല മരുമകൾ എന്ന ടാഗ് വാങ്ങാൻ ശ്രമിച്ചങ്ങനെ ജീവിക്കുമായിരുന്നു. പിന്നെ സ്ത്രീകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലാതിരുന്നതുകൊണ്ട് വേറൊരു മാർഗവും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാ സ്ത്രീകളും അങ്ങനെ എല്ലാം സഹിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നില്ല. ഹസ്ബൻഡ് തന്റെ വശം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത സാഹചര്യങ്ങളിൽ അവർ ഡിവോഴ്സിന് ഓപ്റ്റ് ചെയ്യുന്നു. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാറി താമസിച്ചാലും രണ്ട് വീട്ടുകാരും കയറി ഇടപെട്ട് അവരെ ശത്രുക്കളാക്കുന്ന പരിപാടിയുമുണ്ട്. അപ്പൊ എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം, അച്ഛനും അമ്മയും, അത് ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും, മക്കൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവർ വേറെ ഒരു സെപ്പറേറ്റ് ഫാമിലി തന്നെയാണെന്ന് മനസ്സിലാക്കി അത് അംഗീകരിക്കുക. അവർ വേറൊരു വീടെടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കാതിരിക്കുക. ഒരു വീട്ടിൽ രണ്ട് കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം, പണം ചിലവാക്കുന്നതിലെ വ്യത്യാസം,
വ്യത്യാസം, വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലെ വ്യത്യാസം, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമൊക്കെ വെവ്വേറെ താമസിച്ചാൽ ഒരു പരിധിവരെ ഒഴിവായി കിട്ടും. ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് അവന്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചു വിട്ട വീട്ടിൽ അലക്കാനുള്ള പൊടി കുറച്ച് കൂടുതൽ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ അമ്മായിയമ്മയ്ക്ക് കലിപ്പാകുമെന്നാണ്. അപ്പൊ മാറി താമസിച്ചാൽ അമ്മായിയമ്മയ്ക്ക് ഈ പൊടിയുടെ അളവൊന്നും നോക്കി BP കൂട്ടേണ്ട ആവശ്യവുമില്ല, മരുമകൾക്ക് സമാധാനവും ഉണ്ടാകും. അടുത്തത്, കല്യാണം കഴിച്ചു പോകുന്ന സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. തുടക്കത്തിൽ അവർ ഹസ്ബൻഡിന്റെ വീട്ടുകാരോട് ഓവറായി സ്നേഹം കാണിക്കും. അത് പിന്നീട് അവർക്ക് തന്നെ വിനയാകാൻ സാധ്യതയുണ്ട്. ഒരു പഠനത്തിൽ ഗവേഷകർ 373 കപ്പിൾസിനെ വർഷങ്ങളോളം ട്രാക്ക് ചെയ്ത് ഒരു നിഗമനത്തിലെത്തി. അത് ഇതാണ്: വൈഫ് ഹസ്ബൻഡിന്റെ വീട്ടുകാരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ദമ്പതികളുടെ കേസിൽ ഡിവോഴ്സ് റിസ്ക് 20% കൂടുതലും, എന്നാൽ തിരിച്ച് ഹസ്ബൻഡ് വൈഫിന്റെ വീട്ടുകാരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ദമ്പതികളുടെ കേസിൽ ഡിവോഴ്സ് റിസ്ക് 20% കുറവുമാണ്. ഇത് വിദേശത്ത് നടത്തിയ ഒരു പഠനമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ ആകണമെന്നില്ല. പക്ഷെ അവർ അത് എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കാം എന്നതിന് പറയുന്ന കാരണം കൂടി കേൾക്കുമ്പോൾ അത് നമ്മുടെ കേസിലും ശരിയാകാമെന്ന് തോന്നും. ഹസ്ബൻഡ് തന്റെ വീട്ടുകാരുമായി ക്ലോസ് ആണ് എന്ന് കാണുമ്പോൾ അത് സൈൻ ഓഫ് ലവ് ആയാണ് വൈഫ് കാണുക. കാരണം തനിക്കത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഹസ്ബൻഡ് അത് ചെയ്യുന്നതായാണ് വൈഫ് മനസ്സിലാക്കുക. എന്നാൽ തിരിച്ച് വൈഫ് അത് ചെയ്യുമ്പോൾ അവൾക്ക് ഇമോഷണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടാകും. അതായത് വൈഫും ഹസ്ബൻഡിന്റെ ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും കൂടുതൽ ഇടപെട്ട് സംഗതി കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാമെന്ന്. അപ്പൊ ആ പഠനം അനുസരിച്ച് വൈഫ് ഹസ്ബൻഡിന്റെ വീട്ടുകാരുമായി ഒരു ഹെൽത്തി ബൗണ്ടറി സൃഷ്ടിക്കുന്നത് നല്ലതായിരിക്കും. അതായത് തുടക്കത്തിൽ ഓവറാക്കിയാൽ പിന്നീട് പണി കിട്ടിയേക്കാമെന്ന്. ഇനി കല്യാണം കഴിച്ച അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന മക്കളുള്ള രക്ഷിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവർ വേറൊരു കുടുംബമാണ്. അവരുടെ ചെറുതും വലുതുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ തന്നെ അവർ പാടുപെടുകയായിരിക്കാം. അതുകൊണ്ട് അവർക്ക് ആ സ്പേസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിയുക. അതേസമയം എന്തെങ്കിലും പ്രശ്നം നേരിട്ട് നിങ്ങളെ സമീപിച്ചാൽ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്നും അവർക്ക് ഉറപ്പ് നൽകുക. ആവശ്യമില്ലാത്ത സില്ലി ഈഗോ പ്രശ്നങ്ങൾ കാരണം മക്കളുടെ വൈവാഹിക ജീവിതം തകർക്കാതിരിക്കുക. അപ്പൊ എന്താണ് നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന ഡിവോഴ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.